നായ്ക്കളെ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടിയെന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ കേസെടുത്ത് പോലീസ് 200ഓളം നായ്ക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയെന്നാരോപിച്ച് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിലാണ് നടപടി. നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളതും അത് മാത്രവുമല്ല, ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് ഈ അധികൃതർ തന്നെ, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ തന്നെ ബോഡി എടുത്ത് മാറ്റി അവിടെ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു ഗൂഢമായ നീക്കം നടക്കുന്നതായിട്ടും വ്യക്തമായിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. മൂന്നാർ പഞ്ചായത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായൊരു പരാതിയാണ്. നായ്ക്കളെ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടി എന്നുള്ളതാണ് പരാതി. അനിമൽ റെസ്ക്യൂ ടീമാണ് ഈ പരാതി നൽകിയത്. ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീമാണ് പരാതി നൽകിയത്. നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതൊരു തെളിവായി ഒരു പക്ഷേ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മൃതദേഹമൊക്കെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഇപ്പോൾ അനിമൽ റെസ്ക്യൂ ടീമിന്റെ പ്രതിനിധി 24നോട് പറയുന്നുണ്ടായിരുന്നു. പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നായ്ക്കളെ പിടികൂടി ജീവനോടെ കുഴിച്ചുമൂടി എന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായുള്ളത്. രാഹുൽ, ഗുരുതരമായൊരു പരാതിയാണ്, ക്രൂരകൃത്യമാണ്. എന്താണ് പോലീസ് സ്വീകരിച്ച നടപടി? പോലീസ് ഇപ്പോൾ എന്തായാലും ഈ നായ്ക്കളെ അവരുടെ ഈ കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിന്മേൽ കേസെടുത്തിട്ടുണ്ട്. മഞ്ജു എന്ന് പറയുന്ന ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീമിന്റെ അംഗമായിട്ടുള്ള ആൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാർ പഞ്ചായത്തിനെതിരെയാണ് ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ മൂന്നാർ പഞ്ചായത്തിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിൽ വിവിധ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നായ്ക്കളെ പിടികൂടി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും. ഈ സംഭവം ഉണ്ടായത് എന്നാണ് രാഹുൽ? ഇതെന്നാണ് ഉണ്ടായതെന്നുള്ള കൃത്യമായ തീയതി അത് കൃത്യമായിട്ട് അറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പിടികൂടിയ നായ്ക്കളാണ്. ഏകദേശം 200 നായ്ക്കളുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് മാത്രം പിടികൂടിയതല്ല. പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്ത് പിടികൂടിയ നായ്ക്കളെയാണ് ഇത്തരത്തിൽ കല്ലാർ മാലിന്യ പ്ലാന്റിൽ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ് പരാതിയായി വരികയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതികരണമാണ് ഈ മഞ്ജു എന്ന് പറയുന്ന ആൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയാണ് പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഈ സ്ഥലം ഉൾപ്പെടെ കുഴിച്ച് പരിശോധിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചോദ്യം ചെയ്യലിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും ഈ മൂന്നാർ മേഖലയിൽ നായ്ക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട വിഷയം അതിരൂക്ഷമായിരുന്നു. വലിയ തരത്തിലുള്ള പ്രശ്നം അവിടെ എത്തുന്ന നാട്ടുകാർക്ക് അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 25 പേരെ ഒരു ദിവസം തന്നെ തെരുവ് നായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ല എന്നുള്ള ആരോപണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പഞ്ചായത്ത് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അത് കൃത്യമായ അന്വേഷണം നടത്തി അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. എന്തായാലും അനിമൽ റെസ്ക്യൂ ടീമിന്റെ അംഗമായിട്ടുള്ള തൊടുപുഴ സ്വദേശിയായിട്ടുള്ള മഞ്ജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോലീസ് ഇപ്പോൾ എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതാണ് മൂന്നാറിൽ തെരുവനായ ശല്യം രൂക്ഷമാണെന്ന പരാതി പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ തെരുവനായ്ക്കളെ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടി എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പഞ്ചായത്തിനെതിരെയാണ് പരാതി. 200-ലേറെ നായ്ക്കളെ ഇത്തരത്തിലേക്ക് ജീവനോടെ കുഴിച്ചു മൂടി എന്നുള്ളതാണ്. ആ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു.